നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 16-കാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഉപ്പളയിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നും സ്പിരിറ്റ് ചോർന്നു. പരിഭ്രാന്തിയൊഴിഞ്ഞത് സ്പിരിറ്റ് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് മാറ്റിയതോടെ. കജേപദവിൽ ഭൂമിയിൽ വിള്ളലുണ്ടായ മേഖല കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘം സന്ദർശിച്ചു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. പ്രഥമ CPL ഉത്തര മലബാർ ജലോത്സവത്തിന് ബോട്ട് ക്ലബ്ബുകൾ ഒരുക്കം തുടങ്ങി. മയിച്ച ന്യൂ ബ്രദേഴ്സ് മാറ്റുരയ്ക്കുക വീരഭദ്രൻ ചുരുളൻ വള്ളവുമായി. കാസർഗോഡ് നടന്ന പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം ശ്രദ്ധേയമായി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും വിവരാവകാശ നിയമത്തിൽ പരിശീലനം നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. അദാലത്തിൽ പരിഗണിച്ച 30 പരാതികളിൽ 27 തീർപ്പാക്കി. കാസർഗോഡ് മർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി. വാർത്തകൾ വിശദമായി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും പയ്യന്നൂർ പെരുമ്പയിലെ കന്നഡ വ്യാപാര സ്ഥാപനത്തിൽ മാനേജരുമായ NP പ്രജീഷ് എന്ന ആൽബിൻ, കോഴിക്കോട് കിണാശ്ശേരിയിലെ അബ്ദുൽ മനാഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 കേസുകളിൽ വിവിധ ജില്ലകളിലായി 16 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കേസിൽ പുതുതായി 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും പയ്യന്നൂർ പെരുമ്പയിലെ കന്നഡ വ്യാപാര സ്ഥാപനത്തിൽ മാനേജരുമായ NP പ്രജീഷ് എന്ന ആൽബിൻ, കോഴിക്കോട് കിണാശ്ശേരിയിലെ അബ്ദുൽ മനാഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിലെ 5 പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കേസുകൾ അന്വേഷിച്ചു വരുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ ഉന്നതരടങ്ങുന്ന സംഘം പീഡിപ്പിച്ചത് വീടുകളും ലോഡ്ജുകളും ബീച്ചിനടുത്തുള്ള കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഫുട്ബോൾ പരിശീലകൻ, യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവരാണുള്ളത്. പയ്യന്നൂരിലെയും ചെറുവത്തൂരിലെയും വിവിധ ലോഡ്ജുകൾ, കാലിക്കടവിലെ ക്ലബ് ഓഫീസ്, വിദ്യാർത്ഥികളുടെയും കേസിൽ ഉൾപ്പെട്ട ചിലരുടെ വീടുകളിലും എത്തിച്ചായിരുന്നു പീഡനം. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് വിദ്യാർത്ഥി ലൈംഗികാതിക്രമത്തിന് ഇരയാവുന്ന കേസുകൾ അപൂർവമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉപ്പളയിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നും സ്പിരിറ്റ് ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പടർത്തി. ഉപ്പള ദേശീയപാതയിൽ ഓവർ ബ്രിഡ്ജിന് സമീപത്തായിരുന്നു സംഭവം. സ്പിരിറ്റ് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് മാറ്റിയതോടെയാണ് പ്രദേശവാസികളുടെ മണിക്കൂറുകൾ നീണ്ട ആശങ്കയൊഴിഞ്ഞത്. മധ്യപ്രദേശിൽ നിന്നും കോഴിക്കോട്ടേക്ക് സ്പിരിറ്റുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് സ്പിരിറ്റ് ചോർച്ചയുണ്ടായത്. ഉപ്പള ദേശീയപാതയിൽ ഓവർ ബ്രിഡ്ജിന് സമീപത്തായിരുന്നു ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയ സംഭവമുണ്ടായത്. പ്രദേശത്ത് സ്പിരിറ്റിന്റെ രൂക്ഷഗന്ധം പടർന്നതാണ് ഗ്യാസ് ചോർന്നുവെന്ന സംശയമുയരുവാൻ കാരണമായത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടാങ്കർ ലോറിയിൽ നിന്നാണ് സ്പിരിറ്റ് ചോർച്ചയുണ്ടായതെന്ന് വ്യക്തമായത്. ലോറിയുടെ അടിഭാഗത്തു നിന്നുമാണ് സ്പിരിറ്റ് ചോർന്നത്. സംഭവം പ്രദേശവാസികളിൽ കടുത്ത ആശങ്കയ്ക്കാണിടയാക്കിയത്. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് മഞ്ചേശ്വരം പോലീസും ഉപ്പളയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും എത്തി സുരക്ഷ ഏർപ്പെടുത്തി. തുടർന്ന് താൽക്കാലിക സംവിധാനമുണ്ടാക്കുകയും രാത്രിയോടെ മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് സ്പിരിറ്റ് മാറ്റുകയുമായിരുന്നു. ഇതോടെയാണ് പ്രദേശവാസികളുടെ മണിക്കൂറുകൾ നീണ്ട ആശങ്കയൊഴിഞ്ഞത്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇത്തരത്തിൽ സ്പിരിറ്റ് കൊണ്ടുപോകുന്നത് വലിയ അപകടങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കാം. ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഉപ്പളയിൽ നിന്നും തീപിടുത്തം ഉൾപ്പെടെ സംഭവിക്കാവുമായിരുന്ന വലിയൊരു അപകടം ഒഴിഞ്ഞത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
മഞ്ചേശ്വരം കജേപദവിൽ ഭൂമിയിൽ വിള്ളലുണ്ടായ മേഖല കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘം സന്ദർശിച്ചു. പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘം പരിശോധിച്ചു. ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടത് കൃഷിയെയുൾപ്പെടെ ബാധിച്ചതിനാൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ കേന്ദ്ര സംഘത്തെ അറിയിച്ചു. മഞ്ചേശ്വരത്തെ വർക്കാടി ഗ്രാമപഞ്ചായത്തിലെ കജപദവിൽ ഭീതിജനകമായ രീതിയിലുണ്ടാകുന്ന ഭൂമി വിള്ളലുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സംഘമെത്തി. 2019 മുതലാണ് പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. കഴിഞ്ഞ വർഷവും കൂടാതെ സമാന രീതിയിൽ ഈ വർഷവും ഭൂമിയിൽ വിള്ളലുകളുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. വിള്ളലുകൾ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ 3 കുടുംബങ്ങളെ അടിയന്തിരമായി മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവുമുണ്ടായി. ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടത് പ്രദേശവാസികളുടെ പ്രധാന വരുമാനമാർഗമായ കൃഷിയെയുൾപ്പെടെ ബാധിക്കുന്ന അവസ്ഥയുമുണ്ട്. മേഖലയിലെ വീടുകളും സുരക്ഷിതമല്ലാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കഴിയുന്നത്. ജില്ലാ കളക്ടറും ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരും കഴിഞ്ഞ വർഷം തന്നെ സ്ഥലം സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ചേർന്ന് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സമർപ്പിച്ചതാണ്. ഇന്ന് സ്ഥലം സന്ദർശിച്ച പ്രത്യേക സംഘം പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിച്ചു. ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രദേശവാസികൾക്കായി പുനരധിവാസവും കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള പദ്ധതികളും അതിവേഗം നടപ്പിലാക്കണമെന്നും ഭൂമിയിൽ വിള്ളലുകളുണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിരമായ ശാസ്ത്രീയ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും സംഘത്തോട് ആവശ്യപ്പെട്ടു. അബ്ദുൽ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഈ വർഷത്തെ വള്ളം കളിക്കായി വിവിധ ടീമുകളുടെ ഒരുക്കങ്ങൾ നടന്നുവരവെ പുത്തൻ ചുരുളൻ വള്ളം നീറ്റിലിറക്കുവാൻ ചെറുവത്തൂർ മയിച്ച ന്യൂ ബ്രദേഴ്സ് ക്ലബ്ബ് സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച വൈകുന്നേരം കാര്യങ്കോട് പുഴയോരത്ത് വീരഭദ്രൻ എന്ന പേരിൽ നിർമ്മിച്ച ചുരുളൻ വള്ളം നീരണിയും. ഉത്തരമലബാർ ജലോത്സവ വിജയികൾക്കുള്ള മഹാത്മാഗാന്ധി ട്രോഫിയിൽ ആദ്യം മുത്തമിട്ട ചെറുവത്തൂർ ന്യൂ ബ്രദേഴ്സ് ക്ലബ് ടീമിൻ്റെ വയൽക്കര എന്ന മത്സര വള്ളത്തിന് പുറമെയാണ് വീരഭദ്രൻ ചുരുളൻ വള്ളം നിർമ്മിച്ചത്. 25 പേർ തുഴയുന്ന ചുരുളൻ വള്ളം 5 മാസത്തിനകം ആഞ്ഞിലി മരം ഉപയോഗിച്ച് 450 തച്ചുകൊണ്ടാണ് പൂർത്തീകരിച്ചത്. ചുരുളം വള്ളങ്ങളുടെ ശില്പി ആലപ്പുഴ സാബു നാരായണൻ ആചാരിയാണ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത്. ആദ്യത്തെ പ്രൊഫഷണൽ വള്ളം ആണ് നമ്മുടെ ന്യൂ ബ്രദേഴ്സിൻ്റെ വയൽക്കര. 30 വർഷം മുമ്പേ ആദ്യത്തെ പ്രൊഫഷണൽ തോണിയാണ് ഈ വള്ളംകളി മേഖലയിൽ. അപ്പോൾ അതിൽ ഇപ്പം 2025 എത്തി നിൽക്കുന്ന ഇതിലേക്ക് നമ്മുടെ ക്ലബും അതുപോലെ ഈ വള്ളവും ഒരുപാട് മാറ്റങ്ങൾ ഈ വള്ളംകളിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സംഘാടകരായിട്ടും ഞങ്ങളുടെ ന്യൂ ബ്രദേഴ്സ് ക്ലബ് 2 വലിയ വള്ളംകളി ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അതിലായ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് അതിൽ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായി ഇപ്പോൾ ഈ വർഷം 2025 പുതിയൊരു ചുരുളൻ വള്ളം നിർമ്മിക്കുകയും അതിന് വീരഭദ്രൻ എന്ന ഒരു പേര് കൊടുക്കുകയും ആ വെള്ളം ഇപ്പോൾ നമ്മുടെ ഒക്ടോബർ 2 ഗാന്ധി ട്രോഫി മത്സരത്തിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ നീരണിയൽ ചടങ്ങാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ മൈസയിൽ വെച്ച് നടക്കുന്നത്. ന്യൂ ബ്രദേഴ്സ് ടീം പരിശീലകൻ KC ഗിരീഷ്, മാമുനി മനോജ്, KP ഷിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നടന്ന പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം ശ്രദ്ധേയമായി. കാസർഗോഡ് നഗരസഭ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും കാസർഗോഡ് ജനറൽ ആശുപത്രിയും സംയുക്തമായി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. കാസർഗോഡ് നഗരസഭ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും കാസർഗോഡ് ജനറൽ ആശുപത്രിയും സംയുക്തമായി പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. രോഗം ആർക്കും എപ്പോഴും വരാം. രോഗമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അപകടങ്ങളിൽ കൂടി കിടപ്പിലാവാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ പല ആളുകളുടെ ഇടയിലും നമുക്ക് കണ്ടുവരുന്നുണ്ട്. നാളെ അത് എന്നിലും നിങ്ങളിലും ചിലപ്പോൾ ആകാം. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അഭികാമ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് പാലിയേറ്റീവ് കെയർ ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്.
ചടങ്ങിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി പ്രഭാകരൻ, നഗരസഭാ കൗൺസിലർമാരായ ഡി രഞ്ജിത്ത്, എം ലളിത, ജനറൽ ആശുപത്രി JHI KG രാധാകൃഷ്ണൻ, ബ്രദേഴ്സ് ക്ലബ്ബ് പള്ളം സെക്രട്ടറി ഷാഹിദ് പദർ, LHIP ടി ജലജ, ഡോക്ടർ MP മെഹസൂക്ക പർവീൻ, JPHN പ്രിൻസിപ്പൽ ടിജിമോൾ തോമസ്, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് ജൂലിൻ ജോസ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് K രമ നന്ദിയും പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ടോൾഗേറ്റ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയിൽ ഭിന്നത. ആക്ഷൻ കമ്മിറ്റിയുടെ ഐക്യവും ജനകീയ സമരവും തകർക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായുള്ള ആരോപണവുമായി STPI രംഗത്തെത്തി. കമ്മിറ്റിയിൽ മുമ്പ് പരിഹരിച്ച വിഷയങ്ങൾ വീണ്ടും ഉയർത്തുകയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായതായി STPI ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഒരു കാരണവശാലും ടോൾ വരരുത് എന്നുള്ള നിലപാടാണ് STPIക്കുള്ളത്. അതിലെന്തോ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തോ ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അത്തരത്തിൽ ചോദ്യം ചോദിക്കുന്ന ആളുകളെ പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു രാജഭരണ ശൈലിയിലാണ് ഈ CPIMൻ്റെ ഏരിയ സെക്രട്ടറി നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. അതിൽ ഈ വിഷയവുമൊക്കെ ചർച്ച ചെയ്ത് പിന്നെ ഇനി അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞതിന് ശേഷം മണിക്കൂറുകൾക്കിടയിലാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് ഗ്രൂപ്പല്ല ടോൾ ബൂത്തിൻ്റെ ഗ്രൂപ്പിലിരുന്നു കൊണ്ട് അദ്ദേഹം STPIയെയും STPയുടെ നേതാക്കളെയും എന്തൊക്കെയോ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടിനെതിരെ STPയുടെ മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് മറുപടി നൽകുമ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകാനില്ല. അദ്ദേഹം ഈ ആരാണോ എന്നോട് ശബ്ദിക്കുന്നത് എന്നോട് ശബ്ദിക്കുന്ന ആളെ ഞാൻ പുറത്താക്കും എന്നുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് അതിൽ നിന്ന് അയാൾക്കെതിരെ വരുന്ന ശബ്ദങ്ങളെ ഒക്കെ ഇല്ലാതെയാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകപക്ഷീയമാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത്തരത്തിലുള്ള വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ടാണ് STPI മുന്നോട്ട് വന്നിട്ടുള്ളത്. ജനങ്ങളുടെ വിശ്വാസത്തെയും സമരത്തിൻ്റെ ശക്തിയെയും തകർക്കുന്ന ഇത്തരം ശ്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കണമെന്നും സമരവിരുദ്ധ ശക്തികളെ തിരിച്ചറിയണമെന്നും STPI നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടി മണ്ഡലം ട്രഷറർ താജുദ്ദീൻ ഉപ്പളാഗേറ്റ്, കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ ബംബ്രാണ, മഞ്ചേശ്വരം പഞ്ചായത്ത് സെക്രട്ടറി റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും വിവരാവകാശ നിയമത്തിൽ പരിശീലനം നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ KM ദിലീപ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ KM ദിലീപ് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തി. ഉദ്യോഗസ്ഥർ വിവരാവകാശ നിയമപ്രകാരമുള്ള വകുപ്പുകളോ പൊതുഭരണ വകുപ്പിൻ്റെ സർക്കുലറുകളോ പാലിക്കാതെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനാൽ വിവരാവകാശ നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം അനിവാര്യമാണെന്ന് അദാലത്തിനു ശേഷം സംസാരിക്കവേ കമ്മീഷണർ KM ദിലീപ് വ്യക്തമാക്കി. വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും പരിശീലനത്തിന് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അദാലത്തിൽ പരിഗണിച്ച 30 പരാതികളിൽ 27 എണ്ണം തീർപ്പാക്കി. കൂടുതൽ പരാതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടവയായിരുന്നു. പോലീസ്, റവന്യൂ, കൃഷി, വൈദ്യുതി എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളും പരിഗണിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മർച്ചൻസ് വനിതാ വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഓണക്കളികളും വിവിധ മത്സര പരിപാടികളോടെയുമായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഓണാഘോഷത്തെ കളറാക്കി. വിപുലമായ പരിപാടികളോടെ ഓണമാഘോഷിച്ച് കാസർഗോഡ് മർച്ചൻസ് വനിതാ വിങ്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ വനിതാ വിങ് പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ രേഖ മോഹൻദാസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് AA അസീസ് മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുചിത്ര പിള്ള, റീത്ത എന്നിവർ സംബന്ധിച്ചു.
പ്രസിഡന്റ് ആശ രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി കമറുന്നിസ കടവത്ത്, രക്ഷാധികാരി ജലീൽ തച്ചങ്ങാട്, ട്രഷറർ അനിത അശോക് എന്നിവർ സംസാരിച്ചു. വിവിധ ഓണക്കളികളും മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചത് ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി മാറ്റി. കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കി മനോഹരമായ പൂക്കളവും ഒരുക്കിയിരുന്നു. പൂക്കളത്തിന് മുന്നിൽ മഹാബലി ചുവട് വെച്ചപ്പോൾ ഓണാഘോഷത്തിൻ്റെ ആവേശവും താളവും നിറഞ്ഞു. മർച്ചൻസ് വനിതാ വിംഗ് അംഗങ്ങളും മഹാബലിയോടൊപ്പം ചുവടുകൾ വെച്ചു. സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട് ചെണ്ടമേള കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച്. ഓണാഘോഷത്തിലെ പ്രധാന ഇനമായി മർച്ചൻസ് വനിതാ വിംഗ് അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിര മികച്ച ദൃശ്യാനുഭവം പകർന്നു. കാസർഗോഡ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്യാസ് TP, സെക്രട്ടറി ദിനേശ് എന്നിവർ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. വിവിധ മത്സരങ്ങളാലും ഓണക്കളികൾ കൊണ്ടും കലാപരിപാടികളാലും കാസർഗോഡിന് ആഘോഷ നിറവ് പകർന്നാണ് ഓണാഘോഷ പരിപാടികൾ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോട്ടിക്കുളം ഇന്ത്യാന ഹോസ്പിറ്റലിൽ സെർവിക്കൽ ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ക്യാമ്പ്. കാസർഗോഡ് മേഖലയിൽ ഇതാദ്യമായാണ് സെർവിക്കൽ ക്യാൻസർ നിർണ്ണയിക്കുന്നതിനുള്ള ക്യാമ്പ് നടത്തപ്പെടുന്നത്. ക്യാമ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും. ഇന്ത്യയിൽ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറായ സെർവിക്കൽ ക്യാൻസർ പരിശോധിക്കുന്നതിനായി കോട്ടിക്കുളം ഇന്ത്യാന ഹോസ്പിറ്റലും KDC ലാബും സംയുക്തമായി ശനിയാഴ്ച സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തും. കോട്ടിക്കുളം ഇന്ത്യാന ഹോസ്പിറ്റലിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ക്യാമ്പ്. കാസർഗോഡ് മേഖലയിൽ ഇതാദ്യമായാണ് സെർവിക്കൽ ക്യാൻസർ നിർണ്ണയിക്കുവാനുള്ള ക്യാമ്പ് നടത്തപ്പെടുന്നത്. ക്യാമ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അശ്വിനി വിശ്വനാഥ്, കോട്ടിക്കുളം ഇന്ത്യാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീന എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകും. ഗർഭാശയമുഖത്തെ കോശങ്ങളുടെ അസാധാരണമായ വളർച്ചയാണ് സെർവിക്കൽ ക്യാൻസറായി മാറുന്നത്. ഇതിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരു കാരണമാണ്. ആദ്യഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാത്തതുകൊണ്ട് പലപ്പോഴും ഇത് തിരിച്ചറിയുവാൻ വൈകാറുണ്ട്. നേരത്തെ രോഗം നിർണ്ണയിക്കപ്പെട്ടാൽ ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ. പാപ്സ്മിയർ ടെസ്റ്റാണ് സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയുവാനുള്ള ടെസ്റ്റ്. 65 വയസ്സിന് താഴെയുള്ള സജീവമായ ലൈംഗിക ജീവിതം നയിക്കുന്ന എല്ലാ സ്ത്രീകളും പാപ്സ്മിയർ ടെസ്റ്റ് നടത്തണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പാപ്സ്മിയർ ടെസ്റ്റിന് 50% ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ HPV വാക്സിൻ സ്വീകരിക്കുന്നത് സെർവിക്കൽ ക്യാൻസറിനെ തടയുവാൻ സഹായിക്കുന്നുണ്ട്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള കാലയളവിലാണ് HPV വാക്സിൻ സ്വീകരിക്കേണ്ടത്. എന്നാലും 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. HPV വാക്സിനേഷൻ ആവശ്യമുള്ളവർക്ക് അത് ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിനുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്കായി 0467208194 അല്ലെങ്കിൽ 7907649224 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈവിധ്യങ്ങളുടെ കലവറകൾ ചേർത്ത് മേലാങ്കോട്ട് സ്കൂളിൽ ശാസ്ത്രോത്സവം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഭാവനകൾ കണ്ടെത്തുന്നതിനായുള്ള സ്കൂൾ ശാസ്ത്രോത്സവം മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെൻറ് UPS സ്കൂളിലാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ നടന്നത്. ശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, ഗണിതമേള, പ്രവൃത്തി പരിചയമേള, IT മേള എന്നീ ഇനങ്ങളിൽ 31 ഇനങ്ങളിലായി 268 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് G. ജയൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ KV നാരായണൻ, സ്റ്റാഫ് സെക്രട്ടറി
പി ശ്രീകല, സീനിയർ അസിസ്റ്റന്റ് കെ വി സൈജു എന്നിവർ സംസാരിച്ചു. ACKNS GUPS മേലാങ്കോട് മുഴുവൻ കുട്ടികളുടെയും ഒരു പങ്കാളിത്തത്തോടുകൂടി ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ആസൂത്രണം നടത്തി ഇന്ന് അത്തരത്തിലുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 422 കുട്ടികളാണ് പ്രീ പ്രൈമറി വരെ ഉൾക്കൊള്ളുന്നതെങ്കിലും അതിൽ ഏകദേശം 300-ലേറെ കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കാളികളാണ്. കുട്ടികളുടെ സ്വയമേവയുള്ള പ്രയത്നത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഫലമായുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MVS ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഗ്രന്ഥശാല ദിനാചരണവും അനുമോദനവും നടന്നു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. MVS ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം മാച്ചിപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലാ ദിനത്തിന്റെ ഭാഗമായാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏകദേശം കുട്ടികളും മുതിർന്നവരും അടക്കം പുസ്തകങ്ങളടക്കം കൃത്യമായി തന്നെ എടുത്തുകൊണ്ട് പോവുകയും വായിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ഇടപെടലും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം പലപ്പോഴും സമയം കണ്ടെത്താത്ത കുറച്ച് നേരം ഒരു ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും വായിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. വൈകുന്നേരം എനിക്കൊന്നു സ്ത്രീകൾ നമ്മൾ പൊതുവെ കളിയാക്കി പറയും ഒരു 5 മണി 5:30 അല്ലെ 6 മണി കഴിഞ്ഞാൽ പിന്നെ TV-യുടെ മുമ്പിലാണ്. ഏതാണ്ട് 9:30-10 മണി വരെ, ഒരു 9 മണി വരെയൊക്കെ 9:30 വരെയൊക്കെ ഏകദേശം TV-യുടെ മുമ്പിലാണ്. പക്ഷേ കുറേ മാറി. നമ്മളിത് എത്ര കുറ്റം പറഞ്ഞാലും നമുക്കറിയാം കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായി ഇപ്പോഴും വരും. നമ്മളൊന്നും കാണാത്തതുകൊണ്ട് നിർത്താൻ അറിയില്ല. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട P ദിലീപ് കുമാർ, വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AK രാജേന്ദ്രൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. അനില വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സജിനി മോൾ, AK രാജേന്ദ്രൻ, സുരേഷ് ബാബു, K പത്മനാഭൻ, അനിത ദിനേശൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അനന്തു കൃഷ്ണ സ്വാഗതവും അനിത ദിനേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെന്നാരോപിച്ച് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദയാത്ര സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്ര നടക്കുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴുന്നോറടിയിൽ നിന്നും കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെ സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂരടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെയാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ തൊഴിലാളി സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്ര സേവനത്തിന്റെ ഉദാത്ത മാതൃകയിൽ അധിഷ്ഠിതമായി അധ്വാനം ആരാധനയായി കാണുന്ന ഒരു സമൂഹം പിറവിയെടുത്തു. 1962 ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ഭാരതീയ മുസ്ലിം സംഘവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ആചരിക്കുന്നതുമായ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമാണ് ഇന്ന്. ആ സുദിനത്തിലാണ് നാം ഇന്നൊരു ഇത്തരത്തിലൊരു പ്രക്ഷോഭയാത്ര ആരംഭിക്കുന്നത്. നമുക്കറിയാം, തൊഴിലാളി ദിനം എന്ന് പറഞ്ഞാൽ അത് മെയ് 1 എന്നാണ് നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ അതൊരു വഞ്ചനയുടെ ദിനമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പോകുന്ന സമയം കുറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കി മാത്രം, മെയ് 1 എന്ന് പറയുന്നത് ഏകദേശം റഷ്യയും ജർമ്മനിയും തമ്മിൽ, അതായത് ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ കാണുന്നത് വരെ ലോക ഫാസിസ്റ്റ് ദിനമായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി സുധീഷ് മുത്തപ്പൻതറ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗം T കൃഷ്ണൻ കോളോത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ വാഴക്കോട്, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കോളോത്ത്, ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ഠം, മേഖലാ ട്രഷറർ കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ കുമാർ അത്തിക്കോത്ത് സ്വാഗതവും മുനിസിപ്പൽ ട്രഷറർ V രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16-കാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ.
ഉപ്പളയിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നും സ്പിരിറ്റ് ചോർന്നു. പരിഭ്രാന്തി ഒഴിഞ്ഞത് സ്പിരിറ്റ് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് മാറ്റിയതോടെ. കജേപദവിൽ ഭൂമിയിൽ വിള്ളലുണ്ടായ മേഖല കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘം സന്ദർശിച്ചു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. പ്രഥമ CBL ഉത്തര മലബാർ ജലോത്സവത്തിന് ബോട്ട് ക്ലബ്ബുകൾ ഒരുക്കം തുടങ്ങി. മയിച്ച ന്യൂ ബ്രദേഴ്സ് മാറ്റുരയ്ക്കുക വീരഭദ്രൻ ചുരുളൻ വള്ളവുമായി. കാസർഗോഡ് നടന്ന പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം ശ്രദ്ധേയമായി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും വിവരാവകാശ നിയമത്തിൽ പരിശീലനം നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. അദാലത്തിൽ പരിഗണിച്ച 30 പരാതികളിൽ 27 തീർപ്പാക്കി. കാസർഗോഡ് മർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി.